ചിന്തിക്കാനോ അതല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന യാത്രയിൽ കൂടെ നിൽക്കാനോ സാധിക്കില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ചേഞ്ച് വരും. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും, കുറ്റം പറയാൻ തുടങ്ങും, കളിയാക്കാൻ തുടങ്ങും, നീ ചെയ്യുന്നതെന്ന് കാണട്ടെ എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഒരു CEO അതല്ലെങ്കിൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എപ്പോഴും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് തന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു സക്സസ്ഫുള്ളായ ആളുകൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ല വിഷയം. ഇപ്പോൾ സ്നേഹം അല്ലെങ്കിൽ എമ്പതി അതല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ ലക്ഷ്യത്തെ എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും, തൻ്റെ ബിസിനസ് ഗോളാകട്ടെ അതല്ലെങ്കിൽ തൻ്റെ പേഴ്സണൽ പ്രൊഫഷണൽ ഗോളാകട്ടെ, അതിനെ വിജയിപ്പിക്കാനായിട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ നല്ല പാർട്ട്ണർ അല്ലെങ്കിൽ അതിനെ കൂടി ഉപേക്ഷിക്കേണ്ടതായി വരാം, നല്ല കൂട്ടുകാരല്ലെങ്കിൽ ഉറ്റ ചങ്ങാതിമാരെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ആ യാത്ര വളരെ ദുർഘടമായിട്ടുള്ള ഒരു ലോൺലി ജേർണിയാണ്. ഒരു CEOയുടെ ചേംബർ എന്ന് പറയുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രനറുടെ ചേംബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈലി സക്സസ്ഫുള്ളായ പൊളിറ്റീഷ്യൻ്റെ റൂം എന്ന് പറയുന്നത് ഒരു ലോൺലി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുത്താനുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ രസകരമായിരിക്കും, ഈസി ആയിരിക്കും, പക്ഷേ വിജയം നമുക്ക് നേടാൻ സാധിക്കുമെന്നില്ല. പലപ്പോഴും ആളുകൾ എതിർക്കും, പക്ഷേ എതിർപ്പിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുന്ന ശക്തമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് വലിയ വിജയമായി മാറുന്നത്.